ഫെഡറൽ ബാങ്കിന്റെ ഇമ്പീരിയോ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം എന്നെ ഫെഡറൽ ബാങ്കിൽ നിന്ന് വിളിച്ച് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ക്രെഡിറ്റ് കാർഡായിരുന്നു ഇമ്പീരിയോ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചു. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ശരിക്കും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് ഇമ്പീരിയോ ക്രെഡിറ്റ് കാർഡ്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ ജോയിനിങ് ഫീ ഇല്ല, വാർഷിക ഫീ ഇല്ല. ശരിക്കും ആ ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങി കയ്യിൽ വെച്ചാൽ ഒരു രൂപ പോലും നമുക്ക് ചെലവ് വരുന്നില്ല. പക്ഷേ അതിനുള്ളിൽ ഒരു ചതിക്കുഴി ഉണ്ടാകില്ലേ? അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാരണം, നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് ക്രെഡിറ്റ് പോയിന്റുകൾ ഉണ്ടാക്കും. അതായത് ഒരുപാട് പർച്ചേസുകൾ ചെയ്ത് ക്രെഡിറ്റ് പോയിന്റുകൾ അതിൽ കൂട്ടി ആ പോയിന്റുകൾ നമ്മൾ റെഡീം ചെയ്യാൻ വേണ്ടി നോക്കും. ഇങ്ങനെ റെഡീം ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പോയിന്റ് റെഡീം ചെയ്യുന്നതിന് ഈ കാർഡ് ഒരു തുക ഈടാക്കുന്നുണ്ട്. അതെത്രയാണെന്നറിയോ? 99 രൂപ. ഇപ്പോൾ ഒരാൾ 400 പോയിന്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, റെഡീമബിൾ പോയിന്റ്. അതിന്റെ മൂല്യം 100 രൂപയാണ് ഈ കാർഡ് വെച്ച് നോക്കുമ്പോൾ. അതായത് ഒരു പോയിന്റിന് 0.25 റുപ്പീസ് ആണ് വില വരുന്നത്. 400 പോയിന്റ് ഉണ്ടാക്കി 100 രൂപ കയ്യിലേക്ക് കിട്ടി. ആ 100 രൂപ നമുക്ക് റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ 99 രൂപ ഈ കാർഡിന് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അതായത് ഈ കാർഡ് ശരിക്കും ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ റിവാർഡ് പോയിന്റുകൾ ആയതിനു ശേഷം നമ്മൾ റെഡീം ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമാണ്. ഒരു 1000-ഓ 2000-ഓ പോയിന്റുകളെല്ലാം തന്നെ വന്നതിന് ശേഷം മാത്രം റെഡീം ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പം ഈ ഒരു കാർഡുള്ള ഒരാൾ വിദേശത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക, അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിളായിട്ട് ദുബായിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണോ? അല്ല, അവിടെയും നല്ല കാര്യമല്ല. ഫോറിൻ കറൻസിയിൽ എന്ത് ഇടപാടുകൾ നടത്തിയാലും 3.5% ഫീസ് എക്സ്ട്രാ പോകും. അതായത് ഇപ്പോൾ ഒരു 10,000 രൂപ അവരവിടെ ചെലവാക്കി കഴിഞ്ഞാൽ 350 രൂപ നമ്മുടെ കാർഡിൽ നിന്നും എക്സ്ട്രാ പണം അവരവിടെ എടുക്കുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് പോകുന്നവർക്കും ഈ ഒരു കാർഡ് നല്ലതായിട്ട് തോന്നുന്നില്ല. ഇനി പെട്ടെന്ന് പണം വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ATM-ൽ നിന്നും പണം എടുത്താലോ? എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് പറയുന്ന പേരാണ് ക്യാഷ് അഡ്വാൻസ് എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന തുക എത്രയാണോ അതിൻ്റെ 2.5% അല്ലെങ്കിൽ 500 രൂപ. ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതലുള്ളത് അത് ഫീസായിട്ട് ബാങ്ക് എടുക്കുന്നതാണ്. ആ ഒരു ഫീസ് മാത്രമല്ല ബാങ്ക് എടുക്കുന്നത്, ഈ ഒരു പണം പിൻവലിച്ചത് മുതൽ അത് എന്നാണോ നമ്മൾ തിരിച്ചടയ്ക്കുന്നത് അന്ന് വരെ ഒരു കൂറ്റൻ പലിശയായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്തുകൊണ്ട് ATM-ൽ നിന്നും പണം പിൻവലിക്കാൻ നിൽക്കരുത്. ചുരുക്കി പറഞ്ഞ ബില്ലുകളെല്ലാം തന്നെ കറക്റ്റ് സമയത്ത് അടയ്ക്കുക, റെഡീം ചെയ്യുക, വിദേശത്തും ATM-ലും ഇത് തൊടാതിരിക്കുക. അതാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രീ കാർഡ് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ റിവാർഡ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റുകൾ വേണ്ടേ? ഇപ്പോൾ നമ്മൾ ഗ്രോസറീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 150 രൂപ ചെലവാക്കുമ്പോൾ 3 റിവാർഡ് പോയിന്റുകളായിരിക്കും കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിന്റിന് 1/4 പൈസ, അതായത് 0.25 റുപ്പീസ് ആണ് കിട്ടുന്നത്. അടുത്തതായിട്ട് യൂട്ടിലിറ്റി ബില്ലുകൾ നമ്മൾ അടയ്ക്കുന്ന സമയത്ത്, അതായത് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ എന്ത് അടയ്ക്കുന്ന സമയത്തും നമുക്ക് 2 പോയിന്റുകൾ കിട്ടും. ബാക്കിയുള്ള ഏത് രീതിയിൽ നമ്മൾ ചെലവ് വരുത്തുമ്പോഴും അതിനെല്ലാം തന്നെ 1 പോയിന്റുമായിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ 4 പോയിന്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപയാണ് നമ്മുടെ കാർഡിലേക്ക് വരുന്ന റിവാർഡ്. ഇതിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് 3 പോയിന്റാണ് പലചരക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നത്. അതായത് 75 പൈസയാണ് 150 രൂപ ചെലവാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. 0.5% ആണ് ഇതിന്റെ റിട്ടേൺ പെർസെൻറ്റേജ്. സാധാരണ ഒരു കാർഡ് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറവാണ് ഈ ഒരു പെർസെൻറ്റേജ് എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ആമസോണിന്റെ കോ ബ്രാൻഡഡ് കാർഡുകൾ ഉപയോഗിച്ച് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ 5% നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക്. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ 0.5% മാത്രമേ ക്യാഷ് ബാക്ക് വരുന്നുള്ളൂ. പക്ഷേ ആമസോൺ കാർഡിന് ഒരു പരിമിതി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു 5% കിട്ടുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ 5% പോയിട്ട് 0.5% പോലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇമ്പീരിയോ കാർഡ് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 0.5% റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി എക്സാമ്പിളായിട്ട് ഒരു ഫാമിലിയുടെ കാര്യം എടുക്കാം. അവരൊരു 15,000 രൂപ ഒരു മാസം പലചരക്കിനും മരുന്നിനുമായിട്ട് ചെലവാക്കുന്നു. 15,000 രൂപയ്ക്ക് 0.5% വെച്ച് നോക്കിയാൽ 75 രൂപയാണ് റിവാർഡ് കിട്ടുന്നത്. ഇനി ഒരു 5,000 രൂപ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും വിചാരിക്കുക. അതിന് കിട്ടുന്നത് 0.33% റിട്ടേൺ ആണ്. അതായത് ഏകദേശം 16 രൂപ 50 പൈസ. ബാക്കിയുള്ള 10,000 രൂപ മറ്റ് ആവശ്യങ്ങൾ, അതായത് വസ്ത്രം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ, അതിനൊക്കെ ഉപയോഗിച്ചാൽ 0.16% റിട്ടേൺ, ഒരു 16 രൂപ. അപ്പോൾ മൊത്തം 75 പ്ലസ് 16.5 പ്ലസ് 16 ഏതാണ്ട് 107 രൂപ 50 പൈസ. അതായത് മാസം 30,000 രൂപ ചിലവാക്കുന്ന ഒരു കുടുംബത്തിന് ഏതാണ്ട് ഒരു 100-110 രൂപയുടെ റിവാർഡ് പോയിന്റ് കിട്ടും. ഇത് ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ ഒരു ഫ്രീ കാർഡിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ബോണസ് ആയിട്ട് മാത്രം നമുക്ക് കാണാം. പിന്നെ ഈ പോയിന്റുകൾക്ക് 3 വർഷക്കാലത്ത് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതും ഓർക്കണം. അതിനുള്ളിൽ ആ പോയിന്റ് നമ്മൾ റിഡീം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പയർ ആയി പോകും. ഇനി വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ബോണസ് ആണ്. കാർഡ് എടുത്തിട്ട് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ 5,000 രൂപ കാർഡ് ഉപയോഗിച്ച് ചെലവഴിച്ചു കഴിഞ്ഞാൽ 400 രൂപയുടെ ആമസോണിന്റെ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ എയർപോർട്ടിന്റെ ലോഞ്ച്
ലോഞ്ച് ആക്സസ് 3 മാസത്തിൽ 2 തവണ ഡൊമസ്റ്റിക് എയർപോർട്ടുകളിലെ ലോഞ്ചുകളെല്ലാം തന്നെ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് വർഷത്തിൽ 8 തവണ. പല പ്രീമിയം കാർഡുകളിൽ പോലും ഒരു നിശ്ചിത തുക ചിലവഴിച്ചാൽ മാത്രമേ ഈ സൗകര്യം കിട്ടൂ. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു നിബന്ധനയുമില്ല. എന്നാൽ ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസും ഈ ഒരു കാർഡിലില്ല. ഇനി സിനിമ ഫാൻസിനും വേണ്ടിയിട്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു കാർഡിലുണ്ട്. PVRന്റെ ഐനോക്സ് തിയേറ്ററുകളിൽ ഒരു ടിക്കറ്റ് വാങ്ങുമ്പോൾ മറ്റൊരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ബുക്ക് മൈ ഷോ വഴിയും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി 3 മാസത്തിൽ 50,000 രൂപയുടെ കൂടുതൽ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ 300 രൂപയുടെ ബിഗ് ബാസ്ക്കറ്റിന്റെ ഗിഫ്റ്റ് വൗച്ചറും കിട്ടും. ഒരു ഫ്രീ കാർഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ബെനിഫിറ്റുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേറെ വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മറക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു കാർഡ് തന്നെയാണ് ഇംപീരിയോ കാർഡ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഏത് കാർഡിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.